നിങ്ങൾ ചോദിച്ചില്ല, അതുകൊണ്ട് നിങ്ങൾക്കത് കിട്ടുന്നില്ല. വേദപുസ്തകത്തിൽ ഒന്നുമല്ലാത്തവർ എല്ലാമായി മാറിയതും എല്ലാമായിരുന്നവർ ഒന്നുമല്ലാതെ പോയതും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നുമല്ലാത്തവർ എല്ലാമായതും എല്ലാമായിരുന്നവർ ഒന്നുമല്ലാത്തവരായതും. ഒന്നുമല്ലാതിരുന്നവർ എല്ലാം ആയെങ്കിൽ അതിന്റെ പിറകിൽ അവരുടെ വ്യക്തിപരമായ പ്രാർത്ഥന ശക്തമായിരുന്നു. എല്ലാമായിരുന്നവർ ഒന്നും അല്ലാത്തവരായി മാറിയെങ്കിൽ അവരുടെ വ്യക്തിപരമായ അഹങ്കാരം വലുതായിരുന്നു. Their own prayerlessness and their own pride destroyed their own blessings and positions. ദിനവൃത്താന്ത പുസ്തകത്തിൽ 1 ദിനവൃത്താന്ത പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് യബേസിനെ കാണാൻ കഴിയുന്നു. അവന്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബേസ് എന്ന പേരിട്ടു. Because I bear him with sorrow. യബേസ് എന്ന മകനെ പ്രസവിച്ചതിനാൽ ആ അമ്മ ഒത്തിരി വ്യസനിക്കേണ്ടി വന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ, യബേസിന്റെ ജനനം ആ ഫാമിലിക്ക്, ആ അമ്മയ്ക്ക്, ആ കുടുംബത്തിന് ഒരു നല്ല സമയത്തായിരുന്നില്ല. അവരുടെ ഒരു നല്ല സീസണിൽ, ഒരു നല്ല സമയത്ത്, നല്ല സാഹചര്യത്തിലായിരുന്നില്ല യബേസ് ആ വീട്ടിൽ ജനിച്ചത്. അതുകൊണ്ട് അവന്റെ ജനനത്തിൽ തന്നെ ആ ഭവനം ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിക്കുകയും ഒത്തിരി സ്ട്രെസ്ഫുള്ളായ ഇവന്റുകൾ ആ വീട്ടിൽ ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ വേദപുസ്തകത്തിൽ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ വേദപുസ്തകം ദൈവവചനം വ്യക്തമാക്കുന്നു, ഈ യബേസ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തോട് അപേക്ഷിച്ചു അഥവാ പ്രാർത്ഥിച്ചു, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നീ നിന്റെ കൈ എന്റെ കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനമാ കാരണമായി തീരുകയും ചെയ്യാതിരുന്നാൽ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. Please read it, that last word that is important. And God granted him that which he required or requested or asked. Amen. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അവൻ ചോദിച്ചതിനെ ദൈവം അവന് നൽകി. The same God, the God of Jabez, the God of Jabez, is going to deliver your life. Hallelujah. Yes Lord. യബേസ് ദൈവത്തോട് പറഞ്ഞത് പ്രധാനമായും 4 കാര്യങ്ങളാണ്. ഒന്ന്, അതവന്റെ ഫെയ്ത്ത് ആണ്. എന്റെ ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാൻ കഴിയുമെന്നല്ല, നിശ്ചയമായി 100% God can bless you. I can't hear your amen. 100% God can change your situation. Of course. 100% God can do the miracle in your life. അതുകൊണ്ട് യാക്കോബ് ജോസഫിനെ നോക്കി പറഞ്ഞേ, നീ ആകുന്ന കൊമ്പ് മതിലിന്റെ മുകളിലൂടെ പടരും. There is no fence. There is no boundaries. പിശാച് നിന്റെ അനുഗ്രഹങ്ങൾക്ക്, നിന്റെ നന്മകൾക്ക്, നിന്റെ വിടുതലുകൾക്ക് ബൗണ്ടറി കെട്ടാൻ ശ്രമിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ നോക്കി പറയുന്നു, നീ ആ മതിലുകളുടെ മുകളിലൂടെ പടരും. Hallelujah. Listen, ഒന്ന്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കും. 2, എന്റെ അതിർ വിസ്താരമാക്കും. 3, നിന്റെ കൈ എന്നെ കൂടെ ഇരിക്കും. 4, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ എന്നെ കാക്കും. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. Pray. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇന്ന് രാത്രിയിൽ ദൈവത്തോട് ചോദിക്കുക. നിങ്ങൾ ചോദിക്കായികയാൽ നിങ്ങൾക്കത് ലഭിക്കുന്നില്ല. Genesis chapter 28 verse 10 to 22. Read together that passage.
ഒരു ബൈബിൾ ഉണ്ടായിരിക്കണം, തുറന്ന് വായിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഈ പേജിൽ അവർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാക്യം വായിക്കണം. ഓക്കെ. എന്നാൽ യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലേണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവേണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്റെ മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ലിസൺ ടു മീ. യാക്കോബ് ജീവിതത്തിലെല്ലാം തകർന്നവനായി, ഒത്തിരി പ്രതിസന്ധി അനുഭവിച്ച്, കല്ല് തലയണയായി വെച്ച് വളരെ നിരാശനായിരിക്കുന്ന സമയത്ത്, ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ടയേർഡാകുന്ന സമയങ്ങളുണ്ട്. ഞാൻ ചില സ്പിരിച്വൽ മിസ്റ്ററീസ് നിങ്ങളോട് സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്നു. ഈ നമ്മൾ വളരെ എനർജസ്റ്റിക്കായിരിക്കുന്ന സമയത്ത്, ഉത്സാഹത്തോടെ വളരെ ആരോഗ്യമുള്ള അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നതിനേക്കാൾ അധികം I can see the divine visitation when we are tired. യാക്കോബ് വളരെ ക്ഷീണിതനും ടയേർഡുമായി ഇരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വിസിറ്റേഷൻ യാക്കോബിനുണ്ടാകുന്നത്. പത്രോസ് അപ്പോസ്തലൻ തനിക്ക് വിശന്നു, താൻ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചു. ടയേർഡായിരിക്കുമ്പോൾ വിശന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചു. ടയേർഡായിട്ടിരിക്കുമ്പോൾ സഡൻലി തനിക്കൊരു വിവശത വന്നു. It's a trance. But that time he was tired, very tired. അപ്പോഴാണ് ദൈവം പീറ്ററിനെ വിസിറ്റ് ചെയ്യുന്നത്. യാക്കോബ് ഇവിടെ ക്ഷീണിതനാണ്, ഡെസ്പാണ്, ഡിപ്രസ്ഡ് ആണ്. ആ സമയത്താണ് ദൈവം യാക്കോബിനെ സന്ദർശിക്കുന്നത്. ഞാൻ തുറന്നു സംസാരിക്കുന്നു. നിങ്ങൾ ഭയങ്കരമായി കൈയടിച്ച് ഭയങ്കരമായി കോൺഷ്യസ് ആയി നിന്നുകൊണ്ട്, നിങ്ങളുടെ ഭാഷ പറഞ്ഞാൽ നിങ്ങൾ 100 നിൽക്കുമ്പോഴല്ല ദൈവം നിങ്ങളെ സന്ദർശിക്കുന്നത്. when you are weak, when you are tired, that time the Lord will visit you and strengthen you. Many incidents I can see in the Bible. യാക്കോബ് ക്ഷീണിതനായിരിക്കുമ്പോൾ, കല്ല് തലയണയായി വെച്ച് താൻ ഉറങ്ങുമ്പോൾ, ദൈവം യാക്കോബിനെ ഒരു ഡ്രീമിലൂടെ സന്ദർശിക്കുകയാണ്. This message is prophetic. I can see in my spirit. പത്രോസ് ഭക്ഷണം കഴിക്കുവാൻ ആഗ്രഹിച്ചു. അവൻ വളരെ ക്ഷീണിതനായിരിക്കുമ്പോൾ ഒരു ട്രാൻസ് ഉണ്ടായി, ഒരു വിവശതയുണ്ടായി. ഹല്ലേലൂയ. ആ വിവശതയിലാണ് സ്വർഗത്തിൽ നിറങ്ങി വരുന്ന ഒരു തുപ്പട്ടി പത്രോസ് കാണുന്നത്. ജാതികളുടെ ഇടയിലേക്കുള്ള സുവിശേഷീകരണത്തിന്റെ അതിശക്തമേറിയ വാതിൽ ആ ടയേർഡായി, ആ ട്രാൻസിൽ, ആ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ച് വിശന്ന് ടയേർഡായി ഒരു ട്രാൻസിലേക്ക് പോയ പീറ്ററിന് മുമ്പിൽ പരിശുദ്ധാത്മാവ് തുറക്കുന്നത്.